ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം സ്ലൈസ് ആണ്. ടൈം സ്ലൈസ് ട്രാൻസിഷൻ. അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക, ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ ഞാൻ ഇവിടെ 2 വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഒരു വീഡിയോയുടെ തൊട്ട് മുകളിലോട്ടാണ് അടുത്ത വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലത്തെ ലെയറിന് ജസ്റ്റ് ഒന്ന് ആനിമേഷൻ കൊടുക്കാം. അപ്പം ഈ ഒരു ലെയർ മേളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ആനിമേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷനാണ്. ഇപ്പോൾ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഗ്രാഫാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെയർ എടുക്കുക, എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോയിട്ട് വൈപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ബാക്ക് വന്നിട്ട് ഈ ഒരു ലെയർ നിങ്ങൾക്കിപ്പം എത്ര സ്ലൈസ് ആണോ വേണ്ടത് അത്രയും തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പം അപ്പോൾ ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളൊരു 6 ഒക്കെ ചെയ്യുക, അപ്പം കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനിയിപ്പം ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്യുന്ന ലെയർ മാത്രം അൺഹൈഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഹൈഡ് ചെയ്യുക. ഓക്കെ, ബേസ് ലെയർ അവിടെ കിടന്നോട്ടെ, ബാക്കി 3 ലെയറും ഒന്ന് ഹൈഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഹൈഡ് ചെയ്യാത്ത ലെയർ ഒന്ന് എടുക്കുന്നത്, എഫക്ട്സിൽ പോവുക, വൈപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പം എൻഡ് വന്നിട്ട് 25 ആക്കാം. ഓക്കെ, അപ്പം ആ ഒരു ലെയറിന് അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഹൈഡ് ചെയ്യുക, സെക്കൻഡ് ലെയർ എടുക്കുക. ഓക്കെ, അത് വൈപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക, സ്റ്റാർട്ട് വന്നിട്ട് 25 ആക്കുക. ഓക്കെ, എൻഡ് വന്നിട്ട് 50 ആക്കുക. ഓക്കെ, ആ ലെയർ ഹൈഡ് ചെയ്യുക, അടുത്ത ലെയർ അൺഹൈഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കുക, വൈപ്പ് എടുക്കുക, സ്റ്റാർട്ട് വന്നിട്ട് 50 ആക്കുക. എൻഡ് വന്നിട്ട് 75 ആക്കുക. ആ ലെയർ ഹൈഡ് ചെയ്യുക, അടുത്ത ലെയർ എടുക്കുക, സ്റ്റാർട്ട് വന്നിട്ട് 75 ആയി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാ ലെയറും ഒന്ന് അൺഹൈഡ് ചെയ്തിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഓരോ ലെയറും കുറച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ പൊസിഷൻസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ലെയർ അത് അവിടെ തന്നെ വെച്ചിട്ട് തൊട്ട് മുകളിലുള്ള ലെയർ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കാണുന്ന പോലെ ഒരു 2-3 ഫ്രെയിംസ് ബാക്കിലോട്ട് ആക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും, ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പോലെ. നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ടൈം സ്ലൈസ് കിട്ടും. നിങ്ങൾ കുറച്ചുകൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 4 ചെയ്തേക്കുന്നത്. 4 പോരാ, ഒരു 6 വേണം. എങ്കിൽ 6 മുതൽ 8 വരെയൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടൈമിങ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് കുറച്ചുകൂടി ആ ഒരു ഗ്യാപ്പ് ഒന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടൈം സ്ലൈസ് ചെയ്യുന്നത്. അവസാനം ചെയ്തതിന് ശേഷം ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും എൻ്റെ ചാനലുണ്ടാവും.